നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ രാമനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുക. രാമനെക്കുറിച്ച് സംസാരിക്കുക എന്നാൽ നമ്മൾ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക എന്നാണ്. നമ്മൾ കൃഷ്ണനെക്കുറിച്ച് സംസാരിക്കുക എന്നാൽ ജീവിതത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്നല്ല, ജീവിത അനുബന്ധിയായിട്ടുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുക എന്നാണ്. അങ്ങനെ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. വ്യാസന്റെ സൃഷ്ടിയായിട്ടുള്ള കൃഷ്ണനും വാൽമീകിയുടെ സൃഷ്ടിയായിട്ടുള്ള രാമനും ഇന്ത്യയിൽ എമ്പാടും, ചിലപ്പോൾ ലോകത്തെമ്പാടും അതിൻ്റെ രണ്ട് തരത്തിലുള്ള സ്വാധീനം ചെലുത്തി നിലനിൽക്കുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യുന്നത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് കഥാപാത്രങ്ങൾ രണ്ടുപേരും ഇന്ത്യയിലൊട്ടാകെ ആരാധിക്കപ്പെടുന്നവർ. ശ്രീകൃഷ്ണൻ വലിയ റൊമാൻറ്റിക് ഹീറോ എന്ന നിലയിലാണ് ആരാധിക്കപ്പെടുന്നത്, കാൽപ്പനികനായ നായകനായിട്ടാണ്. കാൽപ്പനിക നായകന്മാർ എല്ലാ സമയത്തും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല, പരാജയപ്പെടുന്ന ആളുകളാണ്, ദുഃഖങ്ങളെ ഏറ്റുവാങ്ങുന്ന ആളുകളാണ്. എത്ര ദുഃഖം ഏറ്റുവാങ്ങിയാലും എത്ര പരാജയപ്പെട്ടാലും അതിൽ കീഴടങ്ങാത്ത ആളുകളാണ്. ശ്രീകൃഷ്ണൻ അങ്ങനെ കീഴടങ്ങാത്ത ഒരാളായിരുന്നു. അവസാന നിമിഷം കാലിൽ അമ്പ് കൊള്ളുമ്പോഴും അദ്ദേഹം ആ വ്യാധനോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണ്. എന്നെ അമ്പെയ്തു, എനിക്കിത് സംഭവിക്കേണ്ടതാണ്, ഞാനിത് സംഭവിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിക്കുന്നു എന്ന നിർമ്മമത നേടിയിട്ടാണ് അവസാനത്തെ സ്വർഗാരോഹണ സന്ദർഭം. അതൊക്കെ നിങ്ങൾ വ്യാസഭാരതത്തിൽ വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ അമ്പരന്ന് പോകും, എങ്ങനെയാണ് ആ സ്വർഗാരോഹണ സന്ദർഭം എന്നൊക്കെ. അത് വായിച്ചു നോക്കണം. ആ ഇതിന് തൊട്ട് മുമ്പ് വന്നിങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ വ്യാഖ്യാനം നമ്മുടെ കയ്യിൽ ലഭ്യമുണ്ട്, പ്രകാശത്തിന്റെ ഗദ്യപരിഭാഷയുമുണ്ട് നമ്മളുടെ മുമ്പിൽ, വായിച്ചു നോക്കണം. അങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ പൂർവ്വകാല രംഗങ്ങൾ മുഴുവൻ മനസ്സിലൂടെ കടന്നുപോയി എന്നാണ്. ആ കുറച്ച് നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വകാല രംഗങ്ങൾ മുഴുവൻ മനസ്സിലൂടെ കടന്നുപോയി. ആ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നിർമ്മമതയാണ്. അതിൽ അദ്ദേഹം ആ പൂർവ്വകാല കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ചഞ്ചലനാവുന്നില്ല. പകരം ഞാൻ യോഗസമാധിയിലാകാൻ പോകുന്നു എന്നാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എന്നാണല്ലോ പറയാ, യോഗേശ്വരനായ കൃഷ്ണൻ അപ്പൊ യോഗസമാധിയിലാവാൻ പോവുകയാണ്. ആ യോഗസമാധിയിലാകാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ശ്രീരാമനിൽ അങ്ങനെ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. ശ്രീകൃഷ്ണൻ താൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഒരു നിയമസംഹിതയ്ക്കും വിധേയനായിട്ടല്ല ജീവിച്ചത്. ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ആചാരങ്ങളെയെല്ലാം ലംഘിക്കാനാണ് ശ്രമിച്ചത്. അതുവരെ നിലവിലുണ്ടായിരുന്ന എല്ലാത്തരം മാന്ത്രിക പ്രയോഗങ്ങളെയും താന്ത്രിക പ്രയോഗങ്ങളെയും നിഷേധിച്ചാണ് ജീവിച്ചത്. ഭഗവത്ഗീതയെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വേദത്തിന്റെ കർമ്മകാണ്ഡത്തെ ഒരു കാരണവശാലും പരിഗണിക്കരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ കർമ്മകാണ്ഡത്തെ, യാഗം യജ്ഞം എന്നൊക്കെ പറയുന്ന ഈ കർമ്മകാണ്ഡത്തെ ഒരു തരത്തിലും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് ഭഗവത്ഗീതയെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ. മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനല്ല, പകരം ഈ പർവ്വതമാണ്. മഴ പെയ്യിച്ചാൽ ഞാൻ ഗോവർദ്ധനം എടുത്ത് നിങ്ങൾക്ക് കുട പിടിച്ച് കാണിച്ചു തരാം എന്ന് പറയുന്ന തരത്തിൽ വളരെ വ്യക്തിനിഷ്ഠമായി അസാമാന്യമായ കരുത്തുണ്ടായിരുന്ന കഥാപാത്രമാണ്. പരാഭിപ്രായത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. എന്നെക്കുറിച്ച് ആരെന്തും പറഞ്ഞോട്ടെ എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് ആരെന്തും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെതായ വഴിയിൽ സഞ്ചരിക്കുമെന്ന് പറഞ്ഞ കഥാപാത്രമാണ്. നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് വന്ന് വാൽമീകിയുടെ രാമനെ പരിശോധിച്ച് നോക്കിയാൽ രാമൻ അങ്ങേയറ്റം ആചാരനിഷ്ഠനാണ്. എല്ലാ ഉപചാരങ്ങളും ആചാരങ്ങളും പാലിച്ചാണ് ജീവിക്കുന്നത്. ഗുരുക്കന്മാരോട് അങ്ങേയറ്റം വിധേയനായിട്ടാണ് ജീവിക്കുന്നത്. ഗുരു ഉപദേശത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. പിതാവ് പറയുന്നത്, ഗുരു പറയുന്നത്, അമ്മ പറയുന്നത്, പ്രജകൾ പറയുന്നത്, എല്ലാ കാര്യത്തോടും വിധേയനായിട്ടാണ് ജീവിക്കുന്നത്. ഈ വിധേയത്വത്തിൻ്റെ മുകളിൽ തൻ്റെ വ്യക്തി ജീവിതം വന്നിങ്ങനെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിൽ അറിയാതെ പിടഞ്ഞു പോകുന്ന ആളാണ്. ഓരോ സന്ദർഭത്തിലും നമുക്കത് കാണാം. പരാഭിപ്രായ ഭീതി ഉണ്ട് അദ്ദേഹത്തിന് എപ്പോഴും. പരാഭിപ്രായ ഭീതി, വേറൊരാൾ എന്തു പറയുന്നു എന്ന ഭയം. പ്രജാഹിതം എന്ന് നമ്മൾ പറയുന്നതിനകത്ത് തന്നെ ഒരു പരാഭിപ്രായ ഭയം കൂടി അദ്ദേഹത്തിലുണ്ട്. വേറൊരാൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയരുത്. വാൽമീകി രാമായണത്തിൽ ഈ ചാരന്മാർ പോയിട്ട് തിരിച്ചു വന്നിട്ട് സീതയെക്കുറിച്ചൊരു അപവാദം പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് വാൽമീകി എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ മാനസിക സംഘർഷം ഉണ്ടായിട്ടാണ് അദ്ദേഹം സഹോദരന്മാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു അപവാദം കേട്ടിരിക്കുന്നു. താനേ തീരുമാനം എടുക്കല്ല, സഹോദരന്മാരെ എല്ലാം വിളിച്ചു. എന്നിട്ട് തീരുമാനമെടുത്തിട്ട് എൻ്റെ തീരുമാനം സീതയെ വനത്തിൽ ഉപേക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സഹോദരന്മാരല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന തരത്തിൽ അസാമാന്യമായ സംഘർഷം അനുഭവിക്കുന്നു. ശ്രീകൃഷ്ണനെ നിങ്ങൾ മറുഭാഗത്ത് പരിശോധിച്ച് നോക്കൂ. ശ്രീകൃഷ്ണൻ ആലോചിക്കുന്നില്ല ആരെന്തു പറയുന്നു.
സെമന്തകം മണി മോഷ്ടിച്ചുകൊണ്ട് പോയതിനെ കുറിച്ച് കുഞ്ചൻ നമ്പ്യാരൊക്കെ വളരെ വിശദമായിട്ട് സരസമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടൊന്നും അദ്ദേഹം കുലുങ്ങുന്നില്ല. ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ, നമ്മളുടെ ഇതിഹാസത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ, നമ്മൾ അവതാരങ്ങളെന്ന് കീർത്തിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ നമ്മളുടെ മനസ്സിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. അല്ലാതെ ഇത് പുറത്ത് പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും പ്രവർത്തിക്കുന്നുണ്ട്. പരാഭിപ്രായ ഭീതിയുള്ള ആചാരങ്ങളെ അനുസരിക്കുന്ന ആചാര്യന്മാരെ അനുസരിക്കുന്ന നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയനായി ജീവിക്കുന്ന ഒരാളായി കഴിയുന്ന, നിങ്ങളുടെ ഉള്ളിൽ സംഘർഷം അനുഭവിക്കുന്ന ഒരാൾ ഇപ്പോഴും ഉണ്ട്. ശ്രീകൃഷ്ണനുമുണ്ട്. ഈ പരാഭിപ്രായത്തെ മാനിക്കണ്ട, എനിക്ക് ഉച്ഛൃംഖലമായി ജീവിക്കണം, എനിക്ക് ഈ ചങ്ങലകളെ പൊട്ടിച്ച് ജീവിക്കണം, എനിക്ക് തോന്നിയത് ചെയ്യണം, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം, ആ ചെയ്യുമ്പോൾ അതിൽ എൻ്റേതായ ഒരു ശരിയുടെ ഉറപ്പുണ്ടാവണം എന്ന് വിചാരിക്കുന്ന, അതും ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ധർമ്മബോധം എന്ത് എന്ന് ഞാൻ പറയുമ്പോൾ, ധർമ്മബോധം എന്ത് എന്ന ചോദ്യത്തെക്കുറിച്ച് മഹാഭാരതം ഒരു തീർപ്പ് കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആ തീർപ്പ് കൽപ്പിക്കാത്തതിൻ്റെ ഒരു സന്ദിഗ്ധാവസ്ഥ നിലനിൽക്കെ തന്നെ ഈ കഥാപാത്രങ്ങൾ രണ്ടും നമ്മളുടെ ഉള്ളിൽ സജീവമായി ജീവിക്കുന്നു. നമ്മളുടെ മനസ്സിൽ അതത് സമയത്ത് ചിലപ്പോൾ ശ്രീകൃഷ്ണനായും ചിലപ്പോൾ ശ്രീരാമനായും നമ്മളുടെ ഉള്ളിൽ എല്ലാ സമയത്തും നമ്മളെ സംഘർഷത്തിൽ നയിച്ചും സംഘർഷത്തിൽ നിലനിർത്തിയും സംഘർഷത്തിൽ നിന്ന് വിമോചനം നൽകിയും ഈ കഥാപാത്രങ്ങൾ ജീവിക്കുന്നു. നമ്മൾ ആ തരത്തിൽ അതിനെ നമ്മളുടെ മാനസികാപഗ്രഥനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ കഥാപാത്രങ്ങളെ കാണണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത.